നളൻ ആൻഡ് മൂക്കൻസ് കള്ള് ഷാപ്പിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോഴാണ് ഇദ്ദേഹം ഷൈനിൽ നിന്ന് നളനിലേക്കുള്ള അല്ലെ ഷെഫ് നളനിലേക്കുള്ള ഒരു രൂപമാറ്റം കൂടെ നടത്തിയിരിക്കുകയാണ് അല്ലേ. യെസ്, നമുക്ക് ഈ ഷാപ്പിന്റെ ആംബിയൻസ് ഒക്കെ വളരെ ഡിഫറെന്റ് ആണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അകത്തേക്ക് പോയി നോക്കാം. ഷെഫ്, ഇത് ശരിക്കും നമ്മുടെ ലൊക്കേഷൻ കറക്റ്റ് വരുന്നത് എവിടെയാണ്? ഇത് മുണ്ടുവേലിപ്പടി എന്ന് പറയും. മുണ്ടുവേലിപ്പടി, കോട്ടയത്ത്. കോട്ടയം ഏറ്റുമാനൂര് മുണ്ടുവേലിപ്പടി അല്ലേ? ഓക്കെ ഓക്കെ. നമ്മളിപ്പോ അതിരമ്പുഴ റൂട്ട്. ഓക്കെ ഓക്കെ. നമ്മളിപ്പോ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാളായിട്ടുണ്ടാവും? ഇതിപ്പം ആക്ച്വലി 3rd മന്തിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്നത്. ഓ, അത് ശരി. ഇവിടെ ഒരു ഭയങ്കര വൈബാണല്ലോ, വല്ലാത്തൊരു ആംബിയൻസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഈ തീമിന്റെ ഒക്കെ പുറകില് ഫുള്ള് ഷെഫിന്റെ ട്രോപ്പിക്കൽ ടൊഡി ലോഞ്ച് എന്നാ പറയുന്നത് ഷെഫ് നളൻ ആൻഡ് മൂക്കൻസ്. കാരണം നമുക്ക് മഴ പെയ്യും, അതാണ് അതിന്റെ പ്രത്യേകത. ആർട്ടിഫിഷ്യൽ റെയിൻ അല്ലേ? മൊത്തത്തിലൊരു നനവ് ഉണ്ടായിരിക്കും, ഒരു ട്രോപ്പിക്കൽ ആംബിയൻസ് ആണ്. മാത്രമല്ല കേരളത്തിന്റെ ഒരു ഗുഡ് ഫീൽ നമുക്ക് എപ്പോഴും കൊടുക്കാൻ പറ്റും. കേരളത്തിന്റെ തനിമയില് പ്രകൃതിദത്തമായി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മുഹൂർത്തം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ശരി. ഒരു പ്രത്യേക ഒരു വൈബും അറ്റ്മോസ്ഫിയറും നമ്മൾ സാധാരണ നമ്മുടെ കേരളത്തിലെ ഷാപ്പുകളിൽ കണ്ടുവരുന്ന ഒരു ഇതിനേക്കാളും കുറച്ചുകൂടെ നമുക്കൊരു ആംബിയൻസ് ഗുഡ് ആയിട്ട് തോന്നുന്ന ഒരു ഫീൽ ഗുഡ് ആയിട്ട് തോന്നുന്നു. കാരണം ഇവിടെ നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് കൂടുതലും ഫോറിനേഴ്സ് വരണം. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് വിദേശ അല്ലെങ്കിൽ അന്യദേശ ആൾക്കാർ വന്ന് നമ്മളെ ഫുഡിനെ എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പൊ നമ്മള് സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ട് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് ഓലയും നമ്മുടെ ചാക്കും പച്ചപ്പുല്ലുകളും ഒക്കെ കൊടുക്കുന്ന ഒരു ആംബിയൻസിൽ നമുക്കൊന്ന് മഴ പെയ്യിപ്പിച്ചാലോ? ഒന്ന് കണ്ടേക്കാം. വാവ്, ഏത് ചൂട് കാലാവസ്ഥയിലും ഫാൻ ഓൺ ചെയ്തിട്ട് ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വൈബായിരിക്കും. ഇത് കൊള്ളാലോ. ഇത് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അല്ലെ, ഫാമിലിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഇതാണ് അല്ലേ. ഭയങ്കര ഒരു റിയൽ ഫീലും കിട്ടുന്നുണ്ട്, നമുക്കൊരു സൂത്തിങ് ഫീൽ കിട്ടുന്നുണ്ട് അല്ലേ. ഈ ഒരു ഐഡിയ ഒക്കെ നമ്മൾ എങ്ങനെയാണ് ആദ്യമേ അങ്ങനെ വേണം? ഇത് ആക്ച്വലി ബേസിക്കലി ഞങ്ങളുടെ ബിസിനസ് പാർട്ണർ ആയിട്ടുള്ള ജോർജേട്ടന്റെ ഐഡിയ ആണ്. അതിനെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് അടുത്ത ലെവലിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രം. ഈ ഷാപ്പ് ആക്ച്വലി നേരത്തെ ഉണ്ടായിരുന്ന നമ്മൾ കൊളാബ് ചെയ്തിട്ട് നമ്മൾ അവരുടെ പ്രൊഫൈലിനെ അപ്ലിഫ്റ്റ് ചെയ്ത് നേരത്തെ നമ്മുടെ ബ്രാൻഡിങ് കൂടെ ചേർത്ത് നമ്മൾ കേരളത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ റീഇൻട്രൊഡ്യൂസിങ് ഫഫ എന്ന് പറയുന്ന ആളാണ്. നമ്മളെ ഷെഫ് നളൻ മൂക്കൻസ് എന്ന് പറയുന്നത് നളന്റെ ഒരു റീഇൻട്രൊഡക്ഷൻ ആണ് കേരളീയൻ വിഭവങ്ങളുടെ. അപ്പൊ നമ്മുടെ ടൈമിംഗ് ഒക്കെ എങ്ങനെയാ വരുന്നത്? രാവിലെ നമ്മളൊരു 8 o'clock ഒക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. 10 o'clock to 10 o'clock ഉണ്ട്. ടൊടിയുടെ ബിസിനസ് നമുക്കൊരു 8-8:30 ആകുമ്പോൾ ക്ലോസ് ചെയ്യാം. പക്ഷെ നമുക്ക് ഫാമിലി എല്ലാം ബുക്ക് ചെയ്താ വരുന്നത്. സാറ്റർഡേ സൺഡേസ് നല്ല ക്രൗഡാണ്, ബുക്ക് ചെയ്തിട്ട് വരിക. കൂടുതലും ഞാൻ പറഞ്ഞല്ലോ, നമ്മള് പലരുടെയും ഇഷ്ടങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർ വിളിക്കും, ഷെഫ് എനിക്ക് മഡ് ക്രാബ് കഴിക്കണം, എനിക്ക് നെത്തോലി നമ്മളെ നാട്ടിൽ പറയും, ഇവിടെ പറയും പൊടിമീൻ, അല്ലെങ്കിൽ ചൂട, എനിക്ക് ചൂടയുടെ തോരൻ കഴിക്കണം, എനിക്ക് ചക്ക അവിയൽ കഴിക്കണം. അപ്പൊ നമുക്ക് മാക്സിമം അവരുടെ ആഗ്രഹങ്ങളും കൂടെ ഇതിന്റെ കൂടെ സാധിച്ചു കൊടുക്കുക. അപ്പൊ അവര് ഇത് ബുക്ക് ചെയ്തിട്ടാ വരുന്നത്. ഇപ്പൊ കരിമീൻ, കുണ്ട്രക്കായലിലെ കരിമീൻ കഴിക്കണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫിലിം സ്റ്റാർ പ്രശാന്തും ഫാമിലിയും വെഡിങ് ആനിവേഴ്സറിക്ക് ഉണ്ടായിരുന്നു. അവരുടെ ആഗ്രഹമായിരുന്നു പാൽക്കറി, കരിമീൻ പാൽക്കറി കഴിക്കണം. അപ്പൊ നമ്മൾ ലൈവ് കുക്ക് ചെയ്യും. പിന്നെ ബുക്ക് ചെയ്തിട്ട് അവർ വന്നത് 10-12 പേരുണ്ടായിരുന്നു. ഷെഫ് അങ്ങനെ ലൈവായിട്ട് കുക്ക് ചെയ്ത് കൊടുത്ത് അവരുടെ കണ്ണും മുമ്പിലാണ്. കുട്ടികളൊക്കെ അടിപൊളിയായിരുന്നു. ഫാമിലി ആംബിയൻസ് ആണ് കൂടുതൽ. അപ്പൊ ഈ ഓരോരോ കാണുന്ന ടെന്റുകൾ പോലെ ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിലല്ലേ, അതില് ഒരു ഫാമിലിക്കൊക്കെ നമുക്ക് ഇത് ഓരോ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൈമുൾട്ടേനിയസ്ലി. നമുക്കവിടെ പാർട്ടി ഹാൾ ഉണ്ട്. പാർട്ടി ഹാളിൽ നമുക്ക് ചെറിയ ഫംഗ്ഷൻസ്, അതും തനി ട്രഡീഷണൽ കേരള സ്റ്റൈലിൽ അല്ലേ. ആ ഒരു അല്ലെ ഇങ്ങനെ ഓല മേഞ്ഞ് കിട്ടുക എന്നൊക്കെ പറയുന്നത് തനി ട്രഡീഷണൽ സ്റ്റൈലിൽ തന്നെ 50% ആയിട്ടുള്ളു. നമ്മള് കൂടുതലും ഇതിനകത്തൂടെ തന്നെ കുറച്ച് നമ്മള് വെജിറ്റേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറച്ച് വെജിറ്റേഷൻ, ഇതിന്റെ കാന്താരിയൊക്കെ സൈഡിൽ കിളിപ്പിക്കുക. ഒരു കായൽ, ഒരു തോട് പോകുന്നുണ്ട്. അതെ അതെ അതെ. അതൊക്കെ ശരിക്കും നേരത്തെ ഉണ്ടായിരുന്നാണോ? അത് നമ്മൾ ഈ ഉള്ള സാധനങ്ങളെ കഴിവതും പ്രൊക്യൂർ ചെയ്യുന്നത് ഈ പറഞ്ഞ കണക്ക് ആവശ്യമില്ലാണ്ട്. ഇന്നിപ്പോ എല്ലാരും ആർട്ടിഫിഷ്യൽ കുളം, എല്ലാം പ്രകൃതി തരുന്നുണ്ടാണ്. കേരളത്തിലെല്ലാം അവൈലബിൾ ആണ്. നമ്മൾ അതാത് സ്ഥലങ്ങളിൽ പോയി അതാത് കൂട്ടായ്മകൾ കണ്ടെത്തി ഒരു വിൻ ഡീല് പോലെ പ്രൊമോട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ. താങ്കൾക്ക് ഒരു ആവശ്യം എന്ന് പറയുമ്പോൾ ഞാനും, എനിക്കൊരു ആവശ്യം എന്ന് പറയുമ്പോൾ താങ്കളും ഒക്കെ നിന്നാൽ ഒരു വളരെ ഹാർമണി ആയിട്ടുള്ളൊരു സൊസൈറ്റി നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇവിടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രസ്ട്രേഷനും നെർവസ്നെസ്സും ഒക്കെയാണ് കൂടുതൽ. ഒരാൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൽ മാക്സിമം കുറ്റം കണ്ടുപിടിക്കുക. ഒരുപാട് കുറവുകൾ കാണും. ചിലപ്പം ഈ പറഞ്ഞ കണക്ക് പുല്ല് കയറി ഇറങ്ങി നിൽക്കുക. ഈ കുറവുകളാണ് ഞങ്ങളുടെ സൗന്ദര്യം. അത് കൊള്ളാം. അതിലും നമ്മൾ സൗന്ദര്യം കണ്ടെത്തുന്നതാണ്. സൗന്ദര്യം ഒരു കാഴ്ചപ്പാടല്ല. അതെ, ഓരോരുത്തരുടെ കാഴ്ചപ്പാട്. ആഫ്രിക്കക്കാരൻ അമേരിക്കക്കാരനെ കാണാൻ വിചാരിക്കും വെളുത്തിരിക്കുക, അമേരിക്കക്കാരൻ ആഫ്രിക്കക്കാരനെ
സൗന്ദര്യം ഒരു കാഴ്ചപ്പാടാണ്. അത് നിങ്ങളുടെ കണ്ണിലൂടെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളത്. കറക്റ്റ്. എനിക്കിതാണ് സൗന്ദര്യം. കൊള്ളാം. ഇവിടെയും ഉണ്ടല്ലോ നമ്മുടെ ഡൈൻ ലൈക്ക് എ കിങ് എന്ന് പറയുന്ന ഒരു അല്ലേ. പുറത്ത് നിങ്ങൾ കണ്ടായിരുന്നു ഒരു പ്രത്യേകതരം രൂപം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ അതെ. ഒന്നെന്ന് പറഞ്ഞ പരസ്യക്കടവ് മുത്തപ്പനാണ് ഈ പ്രോപ്പർട്ടി പൂജ ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ ഏൽപ്പിച്ചത്. മുത്തപ്പൻ അവിടുന്ന് വന്നു, കംപ്ലീറ്റ് ആയിട്ട് വന്നു. കള്ളും മീനുമാണ് മുത്തപ്പന്റെ നിവേദ്യം. മുത്തപ്പൻ അനുഗ്രഹത്തോടെയാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലൊരു പ്രത്യേകതരം ആർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് ബേസിക്കലി നമ്മൾ തന്നെ ഒരു ഡിഫറെന്റ് ഫേസ് വാല്യൂ കൊടുത്തത്. ഇപ്പൊ എൻ്റെ ഇന്റീരിയേഴ്സ് എല്ലാം ചെയ്യുന്നത് സൂര്യ എന്ന് പറയുന്ന എൻ്റെ ഒരു അനിയൻ പയ്യനാണ്. സൂര്യ അവനാണ് എൻ്റെ ഇന്റീരിയേഴ്സ് മൊത്തം ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്താന്ന് പറയാ, ഫ്രണ്ടിൽ കയറി വരുമ്പോൾ അല്ല, തെർമോക്കോളാണ്. തെർമോക്കോൾ കലാകാരൻ കലാപരമായി അത് ചെയ്തെടുത്തിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. കാര്യം പറഞ്ഞില്ലെങ്കിൽ ഒരിക്കലും മനസ്സിലാവില്ല. കൃത്യമായിട്ടുള്ള കളർ പാലറ്റിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ക്ലേ പോലെയോ. സൂര്യയുടെ ഐഡിയ ആണ്. നമ്മൾ കോൺസെപ്റ്റ് പറയാം, എനിക്ക് ഒരു ദൈവികത ഉണ്ടാവണം, പിന്നെ അതിനകത്ത് ഒരു ചൈതന്യമായ ഒരു ഫേസ് ആയിരിക്കണം, എങ്കിലും ഒരു ഏലിയൻ ടച്ച് ഉണ്ടാവണം ആ മുഖത്തിന്. ഒരു ദൈവങ്ങളെയും കണക്ട് ചെയ്യാതെ ഏലിയൻ ടച്ച് ഉണ്ടാവണം. എന്നാ എന്റെ സംസ്കാരം അതിലൂടെ സംസാരിക്കണം. അപ്പൊ എല്ലായിടത്തും ജനറലി ചെയ്തു വെക്കുന്നത് കഥകളിയാണ്. അപ്പൊ എനിക്ക് കഥകളി വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്ന ഒരേ ഒരു ആ കംപ്ലീറ്റ് ക്രെഡിറ്റ് ഗോസ് ടു സൂര്യയുടെ. ഒരു ഹൈക്കോടതി ലോയർ ആണ്, ഇന്നിവിടെ ഇല്ല, അല്ലെങ്കിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അടിപൊളി. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു റിസോർട്ട് അല്ലെങ്കിൽ ഈ ഒരു റിസോർട്ട് എന്നാ വന്ന കറക്റ്റ്. കാര്യം നമുക്ക് ആ ഒരു ഫീലും ആംബിയൻസും ആണ് കേട്ടോ ഇവിടെ കിട്ടുന്നത്. ശരിക്കും ഒരു ഷാപ്പെന്നോ അങ്ങനെയുള്ള ഒരു ലെവലിലേ അല്ല നമുക്കിത് തോന്നുന്നത്. ഒരു റിസോർട്ട് ആംബിയൻസ് തന്നെയാണ്. പണ്ട് പാടത്ത് വെള്ളം ചവിട്ടിക്കൊണ്ടിരുന്നത്. ഇത് നമ്മൾ ഈ ആലപ്പുഴയിൽ നിന്നൊക്കെ കൊണ്ടുവന്നാണോ? അതെ. അല്ല, ഇവിടെ ആക്ച്വലി നമുക്ക് അതിനുള്ള സെറ്റപ്പ് അപ്പുറത്ത് ഉണ്ടായിരുന്നു. ആ വെള്ളം ഡ്രൈ ആയി പോയപ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെ റീക്രിയേറ്റ് ചെയ്ത് കയറ്റിയതാണ്. ഇതാണല്ലേ നമ്മൾ പറഞ്ഞ ആ രൂപം? അതെ. ഇത് ശരിക്കും അയ്യോ, ഇത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇത് തെർമോക്കോളാണെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും വിശ്വസിക്കില്ല കേട്ടോ. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കതൊരു കണ്ടോ, ഇതിന്റെയൊക്കെ ഒരു പെർഫെക്ഷൻ കറക്റ്റ് നമ്മൾ ആ മണ്ണിൽ ചെയ്തെടുത്ത പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഇതിനകത്തൊരു ഏലിയൻ ഫീൽ ഉണ്ട്, ഒരു അന്യദേശ ജീവിയുടെ ഫീൽ ഉണ്ട് തെർമോക്കോളിലേക്ക്. പിന്നെ കേരളീയൻ ടച്ച് ഉണ്ട്. ഒരു ആനയുടെ നെറ്റിപ്പട്ടത്തിലൊക്കെ കാണുന്ന പോലെ ഷെഫ് നളൻ ആൻഡ് മൂക്കൻസ്. അവിടെ ആ ഒരു ബ്രാൻഡിങ് ലൈറ്റ് അപ്പ് ചെയ്യും നമ്മൾ. അത് ശരി. എല്ലാം ചെയ്തു വെച്ചിരിക്കുക. അത് പതുക്കെ കാരണം പലരും റെസ്റ്റോറന്റ് തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ കണക്ക് 1 കോടി രൂപ 2 കോടി രൂപ, നമ്മൾ അങ്ങനൊന്നും അല്ല. നമ്മളൊരു 10-15 ലക്ഷം രൂപ മുടക്കി സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ നമ്മൾ അതിൽ നിന്ന് വരുന്ന വരുമാനത്തിൽ ബിൽഡ് ചെയ്ത് ഇതെല്ലാം നമ്മുടെ പ്രോപ്പർട്ടിയാണ്. ഇവിടെ നമ്മൾ ഹട്ടുകൾ വരുന്നുണ്ട്. അത് ശരി. ഫാമിലിക്ക് ഇത് എക്സ്പാൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ചെറിയ രീതിയിൽ പ്ലാൻ ചെയ്താ പോകുന്നത്. അപ്പൊ നമ്മള് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അത് ശരി. കയ്യിലുള്ള കാശ് വെച്ച് ചെയ്താൽ മതി. അതെ അതെ അതെ.